ഗൈസ് നമ്മളിന്ന് പയറ് കറി ഉണ്ടാക്കാൻ പോണ പയർ. അപ്പോഴ് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ കെട്ടിയിരിക്കൊക്കെ നിൽക്കണേന്ന്. ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഗൈസ്. അതിനുശേഷം നമുക്ക് പയറ് കറി ഉണ്ടാക്കാം. അത് ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ലൈറ്റ് ഇല്ല. ഞാൻ ആദ്യമേ തന്നെ പയർ ഞാൻ ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പയറേറി ഉണ്ടാക്കാം. ആദ്യമേ നമ്മൾ ഇതിന്റെ വെള്ളം വറ്റിക്കണമെന്ന് അമ്മ ഇടിവെട്ടുന്നു. ജനലൊക്കെ തുറന്നിട്ട് നിൽക്കണമല്ലോ. ഇടിവെല്ലാം വെട്ടി ചത്തോ ജയ്. വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ കാര്യമാക്കള് നമ്മളെ സന്തോഷം നോക്കാം. വേറെ ഒന്നും നോക്കേണ്ടതില്ല. ഓക്കെ, ഇതെന്തായാലും വെള്ളം വറ്റിക്കണമെന്ന് അമ്മ പറഞ്ഞു. വെള്ളം വറ്റിച്ചിട്ട് തേങ്ങ, ജീരകം, കടു പറഞ്ഞായിരുന്ന കടുവില്ലെന്ന് തോന്നുന്നു. ജീരകം, പിന്നെ വേറെ എന്തൊരു വെളുത്തുള്ളി. അപ്പൊ ഇതിൻ്റെ അത് ഉപ്പിടണ്ട് എന്തോ. എന്തായാലും ഇത്ര സാധനങ്ങളായി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, റെഡി ആവുമെന്നാണ് പറഞ്ഞത്. ചെയ്യാം ഗായ്സ്. എനിക്ക് ഡൗട്ട് ഇതിലെന്തൊക്കെയാണ് ചേർക്കാനുള്ളത്. ഒക്കെ വിവരം ബുദ്ധിയുള്ള അമ്മേനെ വിളിച്ചേക്കാം. ഹലോ അമ്മ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇടാനുള്ള? ജീരകം, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടിയാ. അപ്പൊ ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണം. ഉപ്പ് എത്ര വേണം? ശകലം ഉപ്പ്. ഇപ്പൊ ലിസ്റ്റ് കൂടുതലാണല്ലോ. ശരി ശരി. എന്നിട്ട് ഒന്ന് ഇളക്കി എടുത്താ മതിയോ? ശരി ശരി. ഫസ്റ്റ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. ലിസ്റ്റ് കൂടി വരുവാണല്ലോ. ഇതെന്താണെന്ന് ഞാൻ വിളിച്ച് ചോദിക്കാനുള്ള കാര്യം. ഒരിക്കൽ ഇവിടെ വീട്ടില് അമ്മ പുറത്തു പോയേക്കുമായിരുന്നു. ഒന്നും എന്താ വെച്ചാൽ എന്തോ ഒരു 2 കറിയുടെ ഉള്ളായിരുന്നു. അപ്പൊ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് കയറി. ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ റെഫർ ചെയ്തു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി. പക്ഷേ റെഫർ ചെയ്തിട്ട് ഒരു ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് പകരം എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് തേങ്ങയൊക്കെ അരയ്ക്കാനായിട്ട് ചിരകിയൊക്കെ എടുത്ത് സംഭവങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ചധികം ജീരകവും കൂടി ഇട്ടു. കുറച്ച് ജീരകവും കൂടെ ഇട്ട് ഞാൻ അടിച്ചെടുത്ത് നല്ല നമ്മള് അമ്മമാരൊക്കെ ഉരുട്ടി വെക്കത്തില്ല ഉണ്ടാ, അതേപോലെയൊക്കെ ഉരുട്ടിയൊക്കെ വെച്ച് സെറ്റ്. എന്നിട്ട് ഞാൻ തിന്ന് നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും. പക്ഷെ അമ്മയ്ക്ക് തോന്നുന്നു ഇതെന്തോ ജീരകം കിടക്കുന്നേ, എന്ത് ജീരകം ആയിക്കൂടി. അപ്പൊ അമ്മ പറയുന്നത് ജീരകം ഇട്ട് ആരും ചമ്മന്തി അരയ്ക്കാറില്ല. അതോടുകൂടി എന്റെ കോൺഫിഡൻസ് എല്ലാം. പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല. പിന്നെ ചായക്കിട കയറാം, അത്രയായിരുന്നു. അങ്ങനെ അടുക്കളയിൽ കയറൊക്കെ നിർത്തി. പിന്നെ അമ്മ അടുക്കളയിലും കയറ്റാറില്ല, കാര്യമില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ ശേഷം ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കാൻ. വറ്റിക്കാൻ പറഞ്ഞു, വറ്റിക്കാനും വറ്റിയില്ല ഗൈസ്, വറ്റിയില്ല. പക്ഷെ ക്യാമറയിൽ ഇതിന്റെ ധാരാവിയ അവസാനം കയറും. ഓക്കെ, അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിത് അടിക്കാം ഗൈസ്. അടിയോടടി, കുരിഞ്ഞടി. ഇത് വറ്റിയോ? ഏകദേശം വറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി വെള്ളവും കൂടെ ഉള്ളൂ. നമുക്ക് അടിച്ചിതിലിടാം ഗൈസ്. അങ്ങനെ ഞാൻ ഇത് അടിച്ചെടുത്ത് ഇതാണ് അത് ഇതിൻ്റെ അരവ് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഇടാം ഗൈസ്. അങ്ങനെ ഞാൻ അരച്ചിതിൻ്റെ അതിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുത്തു. ഒന്ന് ഇളക്കിയെടുക്കാനാണ് അമ്മ പറഞ്ഞത്. ഇളക്കിക്കൊണ്ടിരിക്കുക
ശരിയാണ്, ആണെന്ന് തോന്നുന്നു. എനിക്കറിയാം, അമ്മ പറഞ്ഞ പോലെയൊക്കെ മണപ്പുണ്ട്. അതൊരു 5 മിനിറ്റ് ഇരിക്കട്ടല്ലേ. പെട്ടെന്ന് ഇളക്കി എടുക്കാനാണ് പറഞ്ഞത്. ഇത് വേവിക്കണം ഞാനെടുക്കല്ലേ. ഇങ്ങനെയൊക്കെ ഞാൻ ലാസ്റ്റ് ആ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പയറ് കറി ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെ കൊണ്ട് പറ്റാത്തതോ? നമ്മളെ കൊണ്ട് പറ്റുണ്ണിയേ, നമ്മളെ കൊണ്ടല്ലാതെ പിന്നെ വേറെ ആരെ കൊണ്ടാ പറ്റാ?